നിങ്ങളുടെ വാഷിംഗ് മെഷീൻ്റെ സമയം അലക്കുന്നതിൻ്റെ സമയം വളരെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അതായത് നിങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീനിൽ വെള്ളം എടുക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന വാഷിംഗ് മെഷീനിൽ വളരെ ചെറുതായിട്ട് മാത്രമേ വെള്ളം വരുന്നുള്ളൂ. മേളത്തെ പിക്ചറിൽ കാണുന്നത് പോലെ അത് നല്ല സ്പീഡിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം എന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പുറകിലെ ഇൻലെറ്റ് വാൽവ് പതുക്കെ പൈപ്പ് അടച്ചതിന് ശേഷം ഊരിയെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഊരിയെടുത്തതിന് ശേഷം വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലോ അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് നമ്മുടെ ടാപ്പ് തുറന്ന് നോക്കുക. അതായത് ആ ഹോസ് വഴി എന്തെങ്കിലും അടവുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കുക. ഇപ്പോൾ നമ്മൾ ടാപ്പ് തുറക്കാൻ പോവുകയാണ്. ആ ടാപ്പ് തുറന്നപ്പോൾ നല്ല ഫോഴ്സിൽ തന്നെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ വെള്ളത്തിൽ ഒരു ചെറിയ പച്ച നിറം ആദ്യം വന്നത്, കാര്യം ഓര് കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് ഒരു പച്ച നിറം ആദ്യം വന്നത്. അപ്പോൾ നമുക്ക് ഹോസിൻ്റെ കംപ്ലൈൻ്റ് അല്ല, അപ്പോൾ ടാപ്പിൽ നിന്ന് വെള്ളം നല്ല സ്പീഡിൽ വരുന്നുണ്ട്, ആ ഹോസിനും അടവില്ല എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പിറയിൽ കാണുന്ന ഈ വാൽവ്, നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഹോസ് ഘടിപ്പിക്കുന്ന ആ വാൽവ് അതിൽ അടവുണ്ടോ എന്ന് നോക്കുക. അതിലെന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ടാങ്കിനകത്തോ അല്ലെങ്കിൽ പൈപ്പിൽ കൂടെ വരുന്ന പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ആദ്യം നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. നല്ല ശക്തിയായിട്ട് ഫോഴ്സിൽ വരുന്ന വെള്ളത്തിൽ നിന്ന് കാണിക്കുക, അല്ലെങ്കിൽ ബ്രഷ് എന്തെങ്കിലും കൊണ്ട്, പഴയ ടൂത്ത് ബ്രഷ് എന്തെങ്കിലും കൊണ്ട് ക്ലീൻ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നെറ്റ് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിത് പഴയതുപോലെ തന്നെ വാൽവിനകത്തേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ഇളക്കിയതുപോലെ തന്നെ ഫിറ്റ് ചെയ്യണം. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും എടുക്കാൻ കഴിയില്ല, വാൽവിനകത്ത് നിന്ന് നമുക്ക് എടുക്കാൻ കഴിയില്ല. എന്നിട്ടും അതേപോലെ തന്നെയാണ് കംപ്ലൈൻറ്റ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ പതുക്കെ തുറക്കാം. ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ മാത്രം മതി ഏത് വാഷിംഗ് മെഷീനും തുറക്കാൻ. ചില വാഷിംഗ് മെഷീനിൽ അലങ്കിയായിരിക്കും വരുന്നത്, അത് നമുക്ക് ഒന്ന് നോക്കി തന്നെ തുറക്കേണ്ടി വരും. മിക്കവാറും വാഷിംഗ് മെഷീനെല്ലാം സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ മാത്രം മതിയായിരിക്കും, സ്റ്റാറിൻ്റെ സ്ക്രൂ തന്നെയായിരിക്കും ഇട്ടിരിക്കുന്നത്. പുറകിൽ 2 സ്ക്രൂ, ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഇതുപോലെ പുറകിൽ 2 സ്ക്രൂ ഇളക്കിയാൽ മാത്രം മതി. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ പുറകിൽ ടോപ്പ് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള 2 സ്ക്രൂ കാണും, അപ്പോൾ അത് മാത്രം ഇളക്കിയാൽ മതിയാവും. വലിയ കടുംപിടുത്തൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ അതിൻ്റെ കണക്ഷൻ ഞാൻ ഊരിയിട്ടായിരുന്നു, ആ വാൽവിലേക്ക് വരുന്ന കണക്ഷൻ ഊരിയിട്ടായിരുന്നു. വാൽവ് കംപ്ലൈൻ്റ് അല്ല എന്ന് നമുക്ക് അറിയാം, കാരണം വാൽവ് കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം കുറച്ച് ചെറുതായിട്ട് പോലും വരില്ല, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മെഷീൻ ഓഫ് ആകുന്ന സമയത്തും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വാൽവിൻ്റെ കോയിൽ കംപ്ലൈൻ്റ് അല്ല. കോയിലെന്ന് പറയുന്നത് അതിൻ്റെ പുറത്തിരിക്കുന്ന ആ കണക്ഷൻ കൊടുക്കുന്ന ഭാഗമാണ് കോയിലെന്ന് പറയുന്നത്. നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. കോയിലിൻ്റെ താഴെയായിട്ട് 4 സ്ക്രൂ, വാട്ടർ വാൽവിൽ ആകെപ്പാടെ 4 സ്ക്രൂ മാത്രമേ കാണത്തുള്ളൂ. ഇത് സിംഗിൾ വേ വാട്ടർ വാൽവാണ് വരുന്നത്. ടോപ്പ് ലോഡ് മെഷീനിലെല്ലാം സിംഗിൾ വേ വാട്ടർ വാൽവായിരിക്കും വരുന്നത്. സിംഗിൾ വേ വാട്ടർ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഔട്ട്പുട്ട് മാത്രം വരുന്ന, അതായത് ഫ്രണ്ട് ലോഡ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ 2 വാൽവ് വരുന്ന, ഒരേ കണക്ഷനിൽ തന്നെ 2 വാൽവ് വരും. അതായത് ഡിറ്റർജൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതും നമ്മുടെ കംഫർട്ട് സ്റ്റിഫൻ ഷൈനൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുന്ന ആ ട്രെയിലേക്ക് വരുന്ന ഒരു വാൽവും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരും. അങ്ങനെ 2 വാൽവുകളാണ് വരുന്നത്. ഇപ്പം ഈ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ ഒറ്റ വാൽവ് മാത്രമേ വരത്തുള്ളൂ. ചില മോഡലുകളിൽ ഹീറ്ററിന് വേണ്ടിയിട്ട്, അതായത് ഹീറ്റർ കണക്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാൽവ് കൂടെ അഡീഷണലായിട്ട് വരും. അതും ഇതേപോലത്തെ മറ്റൊരു വാട്ടർ വാൽവായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പം ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ 4 സ്ക്രൂവും നമ്മൾ അഴിക്കുകയാണ്. ഇപ്പോൾ 4 സ്ക്രൂ ഊരി കഴിയുമ്പോഴത്തേക്കും കോയിലും ഇതിൻ്റെ പ്ലാസ്റ്റിക് പാർട്ടും രണ്ട് പാർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഒരു പാർട്ട് ക്ലീൻ ചെയ്യുക. നമുക്ക് ആദ്യം നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കോയിൽ മാഗ്നറ്റിക് വാൽവ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അതിനകത്തുള്ള ഇരുമ്പ് കഷ്ണം പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്, അതും പിന്നെ ഒരു സ്പ്രിങ് പോലത്തെ ഒരു സാധനമുണ്ട്. സ്പ്രിങ് ആ പ്ലാസ്റ്റിക്കിനകത്താണ് വരുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ വാഷിംഗ് മെഷീൻ ശരിക്കും വർക്കാകത്തുള്ളൂ. ചിലപ്പോൾ ഇതൊക്കെ സ്റ്റക്കായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കോയിൽ മാറുക എന്നുള്ളത് മാത്രമേ പൂർണ്ണമായിട്ട് നമ്മൾ ആദ്യം അഴിച്ചെടുത്ത പോലെ തന്നെ വാങ്ങാൻ കിട്ടും. അത് മാറുക എന്നുള്ളത് മാത്രമേ നിവർത്തിയുള്ളൂ. കണ്ടപ്പോൾ ഈ സ്പ്രിങ്ങും ഈ ഒരു ഇരുമ്പ് കഷ്ണവും മാത്രമാണ്. ഈ ഇരുമ്പ് കഷ്ണത്തിൻ്റെ അറ്റത്ത് ഒരു റബ്ബർ പീസുണ്ട്. അപ്പം ഇത് അതുപോലെ തന്നെ നമുക്ക് തിരിച്ചിടണം. അതുകൊണ്ട് ഇതൊന്നും കളഞ്ഞു പോകരുത്, സൂക്ഷിച്ച് വെച്ചിരിക്കുക.
കളഞ്ഞു പോയാൽ കിട്ടാൻ ഇത്തിരി പാടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. ഇതിപ്പോൾ ഇതിലെല്ലാം അഴുക്ക് പിടിച്ചിരിപ്പുണ്ട്. ഓരാണ് പിടിച്ചിരിക്കുന്നത്, വെള്ളത്തിൽ കൂടെ വരുന്ന ഓരാണ് പിടിച്ചിരിക്കുന്നത്, പച്ച കളറിൽ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്പ്രിങ് ഇട്ടതിന് ശേഷം മാത്രമാണ് ഈ ഇരുമ്പ് കഷ്ണം വെക്കേണ്ടത്. ആ കറുത്ത സാധനം, ആ റബ്ബർ മുകളിൽ വരത്തക്ക രീതിയിൽ വേണം ഇടാൻ. വീഡിയോയിൽ കാണുന്ന പോലെ വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇനി നോക്കുന്നത് നമ്മൾ മാറ്റി വെച്ച ബാക്കി പ്ലാസ്റ്റിക് സാധനത്തിനകത്തുള്ള പ്ലാസ്റ്റിക് പാർട്സിനകത്ത് വരുന്ന ബാക്കിയുള്ള ക്ലീൻ ചെയ്യേണ്ടത്. ആ റബ്ബർ ബീഡിങ് ഉണ്ടാകും. അതെല്ലാം നമ്മൾ വലിയ കേടുപാടൊന്നുമില്ലാതെ ക്ലീൻ ചെയ്തെടുക്കുക. അതിനകത്ത് ചെറിയ ഹോളുകളാണുള്ളത്, അതുവഴിയാണ് വെള്ളം അകത്തേക്ക് വരുന്നത്. വളരെ ഒരു മുട്ടസൂചിയുടെ കനമുള്ള ഹോളുള്ള ഒരു ദ്വാരമാണുള്ളത്. അപ്പം അത് നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാണ്ട്. അതിൻ്റെ അതെല്ലാം അഴുക്ക് പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നടുക്കൊരു ഹോളും കാണും, സൈഡിലായിട്ടൊരു ഹോളും കാണും. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക. കൈകൊണ്ട് തന്നെ വെറുതെ ക്ലീൻ ചെയ്താൽ മതി. എന്നിട്ട് പഴയതുപോലെ അതിൽ തന്നെ അങ്ങ് വച്ചു കൊടുക്കുക. അത് ഫിറ്റായിട്ട് തന്നെ അങ്ങ് ഇരുന്നോളും. നമുക്കിനി തിരിച്ച് ഒരു ഫിൽറ്ററും കൂടെ, ഞാനത് കാണിക്കാൻ മറന്നുപോയി. ഒരു ഫിൽറ്ററും കൂടെ, അത് നമ്മൾ ആദ്യം ഇളക്കി ക്ലീൻ ചെയ്ത ഫിൽറ്റർ അല്ലാതെ അതിനകത്ത് മറ്റൊരു ഫിൽറ്റർ കൂടെ ഉണ്ട്. അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം തട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ നമ്മൾ ആദ്യം ഇളക്കിയ ഫിൽറ്ററാണ് ഞാനിപ്പോൾ ഇട്ടത്. അതിന് ശേഷം മറ്റൊരു ഫിൽറ്ററും കൂടെ അതിനകത്തുണ്ട്. അതും കൂടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ അതിങ്ങി പുറത്ത് വരും. ഇനി നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ആദ്യം ആ സ്പ്രിങ് ഇടുക, പ്ലാസ്റ്റിക് സാധനത്തിനകത്ത് സ്പ്രിങ് ഇടുക. അതിന് ശേഷമാണ് നമ്മൾ ഇരുമ്പ് കോയിൽ, ഒരു ഇരുമ്പ് കഷ്ണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടേണ്ടത്. ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കറുത്ത സ്പോട്ട് പോലെ വരുന്ന കറുത്ത റബ്ബർ പാർട്സ് നമ്മൾ മുകളിൽ വരത്തക്ക രീതിയിൽ വേണം ഇടാൻ. എന്നിട്ട് ഇത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല, നമ്മൾ കൈവിട്ട് വെറുതെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഫ്രീ ആയിട്ടാണോ കയറി പോകുന്നതെന്ന് നോക്കുക. തിരിച്ച് നമുക്ക് പഴയതുപോലെ തന്നെ അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ കണക്ഷൻ ഏത് ഭാഗത്തായിട്ടാണ്, നമ്മൾ കണക്ട് ചെയ്യേണ്ട ജാക്ക് ഏത് ഭാഗത്തെ കണക്ടർ ഏത് ഭാഗത്തായിട്ടാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി വെക്കാൻ പറ്റും. പല വാഷിംഗ് മെഷീനും ഓരോ സ്ഥലത്തു നിന്നായിരിക്കും കണക്ഷൻ വരുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഫിറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഉരിയെടുത്ത വാഷിംഗ് മെഷീൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഞാനിപ്പോൾ തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത്. 4 സ്ക്രൂവും ആദ്യം സ്ലോയിൽ ടൈറ്റ് ചെയ്യുക. അതായത് വലിയ ബലം കൊടുക്കാതെ 4 അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അവസാനം മാത്രം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്ക്രൂ 4 ടൈറ്റ് ചെയ്യാം. ഞാൻ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തേക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്യേണ്ട, ലൈക്ക് അടിച്ചാൽ മതി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണം. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരം കൂടെ തന്നേക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് തീരാറായി. നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാനത് വീഡിയോയിൽ കാണിച്ചില്ല. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഡി ആയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ത്രെഡ് കണക്ഷൻ കൊടുക്കുന്ന ആ സ്ഥലത്ത് പോർഷനിൽ ഒന്ന് ശക്തിയായിട്ട് നമ്മുടെ വാഗുകൊണ്ട് തന്നെ ഒന്ന് ഊതി നോക്കുകയാണെങ്കിൽ എയർ അപ്പുറത്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ഞാനത് കാണിച്ചില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണത്. ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാട്ടർ വാൽവിൻ്റെ കണക്ഷനും കൂടെ നമുക്ക് എടുത്ത് കൊടുക്കാം. നമുക്കിനി ഇൻലെറ്റ് ഹോസ് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് തുറന്നതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് പ്ലഗ് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്ത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ വർക്കിംഗ് ആവുന്നുണ്ടോ, വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടോ, വെള്ളത്തിന് ഫോഴ്സ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നല്ല ഫോഴ്സിലാണ് വന്നിരിക്കുന്നത്, വെള്ളം നല്ല ഫോഴ്സിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീഡിയോയുടെ ആദ്യം ഞാനൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പം ഇതും തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ ഞാൻ അതിൻ്റെ
വീഡിയോ ഞാൻ അവസാനം കൊടുത്തേക്ക് എങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നതെന്ന്. ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വാഷിംഗ് മെഷീൻ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാം. നിങ്ങൾക്ക് ടാപ്പ് അഡാപ്റ്റർ, ഈ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യുന്ന ടാപ്പ് അഡാപ്റ്റർ ഇളകി പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൂസായി പോവുക, വെള്ളം ലീക്ക് വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ഒരു ടാപ്പ് അഡാപ്റ്റർ നമ്മൾ പൈപ്പിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്ന് ഉള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഉദാഹരണം ഇവിടെ മുകളിൽ വലതുവശത്തായിട്ട് അതിൻ്റെ ലിങ്ക് വരും. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ടാപ്പ് അഡാപ്റ്റർ ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോസ് കാണാം. കൂടാതെ എൻ്റെ ചാനലിൽ മറ്റ് വീഡിയോസ്, വാഷിംഗ് മെഷീനെ സംബന്ധിച്ചുള്ള മറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനി അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും. അപ്പോൾ വീണ്ടും കാണാം.